ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ യൂഷ്വലി ഫ്രീ ആയതുകൊണ്ട് സാറ്റർഡേയും ഫ്രൈഡേയും യൂഷ്വലി ഫ്രീ ആയതുകൊണ്ട് നമ്മൾ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ഹെവി ആയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കിയ പത്തിരിയാണ്. അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് പത്തിരി സ്വയം വാട്ടി കുഴച്ച് പത്തിരി ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാട്ടോ. പക്ഷെ ഭയങ്കര സക്സസ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായി. നമ്മുടെ നാട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മെയിൻ ഒരു ഐറ്റമാണ് പത്തിരി തേങ്ങാപ്പാൽ മുക്കിയിട്ട് ഒന്നെങ്കിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഒപ്പം കഴിക്കുന്നത്, ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കാൻ. അത് നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇച്ചിരി സമയം എടുക്കും ഉണ്ടാക്കാൻ. സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇന്നത്തെ മോർണിംഗ്. അപ്പോൾ പിന്നെ ഇന്ന് സാറ്റർഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ടൈമുള്ളതുകൊണ്ട് പുറത്ത് പോകുന്നുണ്ട്, കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. സോ അതിന് ഞാൻ റെഡി ആവുന്നതാണ്. നമ്മൾ പോകുന്നത് ദമാമിലേക്കാണ്. ദമാമിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ്, ഫിഷ്, ഫ്രൂട്ട്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ബഡ്ജറ്റ് ഷോപ്പിങ്ങിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഒരു മാസത്തേക്ക് ഒരു 2 വീക്സിലേക്കൊക്കെ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് എങ്ങനെ ഷോപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ദമാം ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റിലായി ഗ്രേറ്റ് ഏരിയ എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. ഗ്രേറ്റ് ഏരിയ എന്ന് പറഞ്ഞ ഷോപ്പും അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഷോപ്പിലും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പുറത്തുനിന്നുള്ള ക്ലിപ്പ് എടുക്കാനായിട്ട് മറന്നുപോയി. ആക്ച്വലി ഞാൻ അപ്പാർട്ട്മെൻറ്റ് അകത്ത് വയ്ക്കാനുള്ള കുഞ്ഞ് പ്ലാന്റ്, പിന്നെ കുറച്ച് ഹൈറ്റുള്ള പ്ലാന്റ്, ഗ്രീൻ കളറൊക്കെ ഫുള്ള് ലീവ്സ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് തപ്പിയിട്ടാണ് പോയിട്ടുണ്ട്. ഞാൻ കോബാറിൽ കുറേ ഷോപ്സിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ളതും ചെക്ക് ചെയ്യുമല്ലോ, അങ്ങനെ ചെക്ക് ചെയ്ത് പോയതാണ്. എനിക്കിവിടെ കുറേ പ്ലാന്റ്സ് കാണാൻ പറ്റി. ഒരു 20 റിയാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട്. 20 റിയാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു 200 റിയാൽ വരെയുള്ള പ്ലാന്റ്സ് ഉണ്ട്. പക്ഷേ ഒരു 30 റിയാലിനൊക്കെ ഒരുവിധം ഹൈറ്റുള്ള നല്ല പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മാത്രം ഇത്രയും കളക്ഷൻ ഞാൻ കണ്ടിട്ടുള്ളൂ പ്ലാന്റ്സിൻ്റെ. ഇങ്ങനത്തെ നമുക്ക് വീട്ടിലൊക്കെ അകത്ത് വയ്ക്കാൻ നല്ല ഭംഗിക്ക് വയ്ക്കാനൊക്കെ പറ്റുന്ന പ്ലാന്റ്സിനെ ഇവിടെ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പ് ആക്ച്വലി ഭയങ്കര വലുതാണ്. ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാത്തിൻ്റെയും ഒരു വലിയ കളക്ഷനും ഉണ്ട്. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ ആയാലും തന്നെ കുറേ കളക്ഷൻ, അല്ലെ ഡ്രസ്സിൻ്റെ ഇതൊന്നും ഞാൻ നോക്കിയപ്പോൾ ഡ്രസ്സിനായാലും കുറേ കളക്ഷൻ, കുറേ സംഭവങ്ങൾ എല്ലാം ഒരു നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലാണ് എല്ലാ ഡ്രസ്സും ഐറ്റംസും. അങ്ങനെ ഇപ്പോൾ ഫർണിച്ചേഴ്സാണെങ്കിൽ ഫർണിച്ചറിൻ്റെ കുറേ കളക്ഷൻ, അങ്ങനെ കുറേ ഷൂസ്, ചെരുപ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ. പിന്നെ ക്രോക്കറി ഐറ്റംസ്, ക്രോക്കറിയാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. എനിക്കിവിടെ സൗദിയിൽ വന്നിട്ട് ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നിയിരിക്കുന്നത്. ജസ്റ്റ് 5 റിയാൽ 10 റിയാലിനൊക്കെ നമുക്ക് നല്ല പാത്രങ്ങൾ, നമ്മുടെ നാട്ടിലൊന്നും ഇത്ര അടിപൊളിയായിട്ട് പാത്രങ്ങൾ കിട്ടില്ല എന്ന് ഉറപ്പാണ്. അതിവിടെ കിട്ടും, അതെനിക്കിവിടെ മനസ്സിലായിട്ടുണ്ട്. പാത്രങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾക്കൊക്കെ ഭയങ്കര അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടും. സോ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ദമാമിൽ നിന്ന് പോന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും എന്തില്ല. നമ്മൾ അക്രബിയെ പോയിട്ട് മന്തി അൽ ഹസ്സ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് മന്തി മേടിക്കാനായിട്ട്, ചിക്കൻ മന്തി ആയിരുന്നു. 23 റിയാലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് അതൊരു ഡേ എൻഡ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.